ചക്രവാണി സാർ, ആക്ടിന്റെ കാര്യമാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ഇല്ല, അതിനെപ്പറ്റി പറയാനുള്ളത് അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട നേതാക്കന്മാരും ഉദ്യോഗസ്ഥന്മാരുമാണ് കൈകാര്യം ചെയ്യേണ്ടത്. ഞാനൊക്കെ കേരളത്തിലല്ല, എത്രയോ ദൂരെയാണ് കിടക്കുന്നത്. പക്ഷെ അത് ചെയ്യാൻ സാധിക്കും അവിടുത്തെ ഗവൺമെന്റും കലക്ടറും ബാക്കിയുള്ളവരൊന്നും. പക്ഷെ മർച്ചന്റ് ഷിപ്പിംഗ് ആക്ടിന് വലിയ മാറ്റങ്ങൾ വരാൻ പോകുന്നുണ്ട്. ഇപ്പോൾ പുതിയ ബില്ലുണ്ട്, 2024 ഒരു പുതിയ ബില്ല് വന്നിട്ടുണ്ട്, ഷിപ്പിംഗ് ബില്ല് എന്ന് പറഞ്ഞിട്ട്. അത് മാത്രമല്ല, കോസ്റ്റൽ ഷിപ്പിങ്ങിന് പ്രത്യേകമായിട്ടും വേറൊരു ബില്ലും വരുന്നുണ്ട്. 1-2 വർഷങ്ങൾക്കകം അത് വളരെ കാര്യമായിട്ട് തന്നെ ആക്ടായി മാറും എന്നാണ് എന്റെ വിശ്വാസം. അത് വളരെ സീരിയസ് ആയിട്ടൊരു ബില്ലാണ്. അത് ഒരിക്കലും ഇന്ത്യ പ്രതീക്ഷിക്കാത്തൊരു ബില്ലാണ്. അത് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള നിയമങ്ങളൊക്കെ മാറും. അതിൽ നമ്മുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടവരുടെ നേതാക്കന്മാർ എങ്ങനെയാ നോക്കിയിട്ട് അത് പാർലമെന്റിൽ വാദിക്കണം, ലോക്സഭയിൽ വാദിക്കണം. ബില്ലായി നന്നായിട്ട് വരുന്നുണ്ട്. അത് എന്റെ അഭിപ്രായത്തിൽ വളരെ നല്ലൊരു ബില്ലാണ്. അത് വരികയാണെങ്കിൽ പല ഗുണങ്ങളും നമുക്ക് വരാൻ സാധ്യതയുണ്ട്. പക്ഷെ അതിനൊന്നും നമ്മൾ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ അവിടെ എനിക്ക് തുറന്ന് പുറപ്പെടാൻ പറ്റില്ല, പക്ഷെ സാധിക്കും. വളരെ എളുപ്പമാണെന്നാണ് എന്റെ അഭിപ്രായം. അത് ഞാൻ അവിടെ വല്ല IAS കളക്ടറെ കാണുമ്പോൾ ഞാൻ സംസാരിക്കാതല്ലാതെ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ സാധ്യമാണ്, ഇതൊക്കെ സാധ്യമാണ്. സംഗതികൾ കുറെ ഒന്നായി വരുന്നുണ്ട്. ഇപ്പോൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ ഈ ടാങ്കർ, ഈ കണ്ടെയ്നർ ഷിപ്പാണ് മുങ്ങിയിട്ടുള്ളത്. കണ്ടെയ്നർ ഷിപ്പ് എന്നാൽ വളരെ ബാക്കിയുള്ള ഷിപ്പുകളെ അപേക്ഷിച്ച് വളരെ നിരുപദ്രവിയായിട്ടൊരു ഷിപ്പാണ് ഇത്. ഓയിൽ ടാങ്കർ ആയിരുന്നെങ്കിൽ എന്തായിരിക്കും ഇപ്പോഴത്തെ അവസ്ഥ എന്ന് നമ്മൾ ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. ലക്ഷക്കണക്കിന് ടൺ ക്രൂഡ് ഓയിൽ നമ്മുടെ കേരള തീരത്തേക്ക് വരികയാണെങ്കിൽ എന്തായിരിക്കും സംഭവം? നമ്മുടെ കിണറുകളിലൊന്നും വെള്ളം എടുക്കാൻ പറ്റില്ല പിറ്റേ ദിവസം. അങ്ങനത്തെ ഒരവസ്ഥ വരും. അതൊന്നും അല്ല നമുക്ക് വന്നിട്ടുള്ളത്. അവിടെയൊക്കെ പല മാറ്റങ്ങളും IMOയിൽ കൂടെ ഡബിൾ ഹൾ എന്നൊക്കെ പറഞ്ഞിട്ട് പലതും വന്നിട്ടുണ്ട്. അലാസ്കയിൽ, അമേരിക്കയിൽ ഇതുപോലെ മലിനീകരണം വന്നിട്ട് കോസ്റ്റ് ഗാർഡിനെതിരായിട്ട് അവർ കേസ് കൊടുത്തിട്ടുണ്ട്. അത് ക്ലീൻ ചെയ്തിട്ട് നമ്മുടെ പ്രോപ്പർട്ടികൾക്ക് നാശം ഉണ്ടാക്കിയെന്നും വേണ്ടി കോസ്റ്റ് ഗാർഡിനെതിരായിട്ട് വരെ കേസ് പോയിട്ടുണ്ട് അവിടെ നിന്ന്. അത് നമ്മുടെ നാട്ടിലും ഇത് ആവശ്യമാണ്. ഗവൺമെന്റിനെതിരായിട്ട് കേസ് പോകണം. അത് എന്ന് ഞാൻ പറയും. പക്ഷെ അത് ഗവൺമെന്റിനെതിരായിട്ട് ഞാൻ ഒന്നുകൊണ്ട് പഠിപ്പിക്കുകയെന്ന് വിചാരിക്കരുത്. പക്ഷെ അന്യോന്യം ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഞാൻ ഈജിപ്തിൽ പോയിട്ട് ഇന്ത്യൻ ഷിപ്പുകളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ സാധ്യമാണ്, എല്ലാം സാധ്യമാണ്. അദ്ദേഹം പറയുന്നത് വളരെ ശരിയാണെന്നാണ് ഞാൻ പറയുന്നത്. പക്ഷെ അതിന് അവിടെ നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ പ്രവർത്തിക്കണം. ഒന്നാമത് മത്സ്യം, നമ്മുടെ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്ത് ഒന്നാന്തരം ശാസ്ത്രജ്ഞന്മാരുണ്ട്, ഫിഷറീസ് ശാസ്ത്രജ്ഞന്മാർ, ഒന്നാന്തരം ഉദ്യോഗസ്ഥന്മാരുണ്ട്, ഒന്നാന്തരം ലാബറട്ടറികളുണ്ട്, ഒന്നാന്തരം ഗവേഷണ കേന്ദ്രങ്ങളുണ്ട്, ഒന്നാന്തരം വിദ്യാഭ്യാസ യൂണിവേഴ്സിറ്റികളുണ്ട് പഠിപ്പിക്കുന്നത്. അപ്പൊ നമുക്ക് ഒരുപാട് നോളജ് നമ്മുടെ കയ്യിലുണ്ട് കേരളത്തിൽ. അത് നമ്മൾ ഒന്നിച്ചിരുന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ തരക്കേടില്ല എന്ന് ഞാൻ പറയും. അതിന് ഈ 2 സംഭവങ്ങൾ കാരണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ചുരുക്കത്തിൽ വളരെ മാറ്റങ്ങൾ നമുക്ക് വരും എന്ന് നമ്മൾ തുടർന്ന് കൊണ്ടുപോവുകയാണ്.